Good morning, students. Today we will begin with another problem relating to the topic redemption of preference shares. So, let's begin. അപ്പോൾ നമ്മൾ ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്ന ഒരു പുതിയൊരു ടോപ്പിക്കാണ് അല്ലെങ്കിൽ പുതിയൊരു പ്രോബ്ലമാണ്. എക്സസൈസിന് തന്നെ അടുത്തൊരു നാലാമത്തെ പ്രോബ്ലമാണ് നമ്മളിനി പറയാൻ പോകുന്നത്. എ ലിമിറ്റഡ് ഹാസ് 10,000 8% redeemable preference shares of 100 each fully paid. അത് എ ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനി 10,000 ഷെയർസ് പ്രിഫറൻസ് ഷെയർസ് റിഡീം ചെയ്യുന്നു. 100 രൂപ വെച്ചാണ് മേടിക്കുന്നത് തിരിച്ച്. ഇറ്റ് റിസോൾവ്ഡ് ടു റിഡീം ദ പ്രിഫറൻസ് ഷെയർ അറ്റ് പാർ. അറ്റ് പാർ എന്ന് പറയുമ്പോൾ ഫേസ് വാല്യൂവിൽ തന്നെയാണ് കംപ്ലീറ്റ് ആയിട്ടും പ്രിഫറൻസ് ഷെയർ തിരിച്ചു മേടിക്കുന്നത്. അതായത് പ്രീമിയത്തിൽ മേടിക്കുന്നില്ല, കംപ്ലീറ്റും ഫേസ് ഷെയറിന്റെ യഥാർത്ഥ വില എത്രയാണോ അത്രയും മാത്രമേ കൊടുത്തിട്ട് തിരിച്ചു മേടിക്കുന്നുള്ളൂ. The company has general reserve of rupees 2,80,000, statement of profit and loss, credit balance 2,20,000 and capital reserve 50,000. അപ്പം കമ്പനിയുടെ കൈവശം ജനറൽ റിസർവ് ആയിട്ട് 2,80,000 ഉണ്ട്, സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്, ക്രെഡിറ്റ് ബാലൻസ് 2,20,000 ഉണ്ട്, പിന്നെ ക്യാപിറ്റൽ റിസർവ് 50,000 ഉണ്ട്. അപ്പം ഇതിനകത്ത് നമ്മൾ ഡിവിസിബിൾ പ്രോഫിറ്റ് കൂട്ടുമ്പം ഒരിക്കലും ക്യാപിറ്റൽ റിസർവ് എടുക്കാൻ പാടില്ല. ജനറൽ റിസർവ് എടുക്കാം, സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്, ക്രെഡിറ്റ് ബാലൻസും എടുക്കാം. പക്ഷെ ഒരിക്കലും ക്യാപിറ്റൽ റിസർവ് നമ്മൾ ഡിവിസിബിൾ പ്രോഫിറ്റിനകത്ത് ഒരിക്കലും എടുക്കാൻ പാടില്ല. ക്വസ്റ്റ്യന്റെ ബാക്കി. ഇറ്റ് ഈസ് ഓൾസോ റിസോൾവ്ഡ് ടു യൂട്ടിലൈസ് ദ അവൈലബിൾ ഫണ്ട് ആൻഡ് ടു ഇഷ്യൂ സഫീഷ്യന്റ് നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് ഓഫ് 10 ഈച്ച് അറ്റ് എ പ്രീമിയം ഓവർ ₹5 പെർ ഷെയർ ടു പ്രൊവൈഡ് റിക്വയർഡ് ഫണ്ട് ഫോർ റിഡംഷൻ. അതായത് കമ്പനി എ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയുടെ കൈവശമുള്ള സഫീഷ്യന്റ് ആയിട്ടുള്ള പ്രോഫിറ്റ് എന്ത് ചെയ്യുന്നു, ഈ പറഞ്ഞിരിക്കുന്ന പ്രിഫറൻസ് ഷെയർ റിഡീം ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് യൂസ് ചെയ്യുന്നു. അത് കൂടാതെ തന്നെ ഇക്വിറ്റി ഷെയർ ഫ്രഷ് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. അത് 10 രൂപയാണ് ഫേസ് വാല്യൂ ഇക്വിറ്റി ഷെയറിന്. അത് കൂടാതെ 5 രൂപ പ്രീമിയം കൂടി ചേർത്തിട്ടാണ് പുതിയ ഇക്വിറ്റി ഷെയർ ഇവിടെ ഇഷ്യൂ ചെയ്യുന്നത്. പക്ഷെ എത്രത്തോളം ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടില്ല. കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് ടു ബി ഇഷ്യൂഡ്. ഓൾസോ ഗിവ് ജേർണൽ എൻട്രീസ് ഫോർ ദി ഇഷ്യൂ ആൻഡ് റിഡംഷൻസ്. അപ്പൊ നമ്മൾ എത്ര ഇക്വിറ്റി ഷെയർസ് ഉണ്ടോ നമ്മൾ കണ്ടുപിടിക്കാൻ വേണം. അതേപോലെ തന്നെ ജേർണൽ എൻട്രിയും പോസ്റ്റ് ചെയ്യണം. നമുക്കിനി ഇതിന്റെ സൊല്യൂഷനോട് പോവാം. അപ്പൊ നമുക്ക് സൊല്യൂഷൻ നോക്കാം. ആദ്യം തന്നെ കുറച്ച് വർക്കിംഗ് നോട്ട് ഉണ്ട്. നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന എത്രത്തോളം പ്രിഫറൻസ് ഷെയർ ആണ് റിഡീം ചെയ്യാനായിട്ട് നമ്മുടെ ഈ വേണ്ടത് എമൗണ്ട്. മിനിമം പ്രൊസീഡ്സ് ഓഫ് ഫ്രഷ് ഇഷ്യൂ വിത്തൌട്ട് പ്രീമിയം. ഫോർമുല: നോമിനൽ വാല്യൂ ഓഫ് പ്രിഫറൻസ് ഷെയർസ് ടു ബി റിഡീംഡ് മൈനസ് മാക്സിമം ഡിവിസിബിൾ പ്രോഫിറ്റ് അവൈലബിൾ ഫോർ റിഡംഷൻ. അപ്പം നമുക്ക് നോക്കാം. നോമിനൽ വാല്യൂ ഓഫ് പ്രിഫറൻസ് ഷെയർ ടു ബി റിഡീംഡ്. എത്ര പ്രിഫറൻസ് ഷെയർ നോമിനൽ വാല്യൂ നമ്മൾ എത്ര രൂപയ്ക്കാണ് റിഡീം ചെയ്യുന്നത്? അപ്പൊ 10,000 പ്രിഫറൻസ് ഷെയർ പാറിലാണ് നമ്മൾ റിഡീം ചെയ്യാൻ പോകുന്നത്, പ്രീമിയത്തിലല്ല. അത് 100 രൂപ ഫേസ് വാല്യൂ തന്നെ. അപ്പം 10,000 into 100 10 lakhs 10 lakh rupees കൊടുത്തിട്ടാണ് നമ്മൾ പ്രിഫറൻസ് ഷെയർ ഇവിടെ റിഡീം കമ്പനി ചെയ്യാൻ പോകുന്നത്. ഇനി ഡിവിസിബിൾ പ്രോഫിറ്റ് കമ്പനിയുടെ കൈവശം എത്രത്തോളം ഉണ്ട്? മാക്സിമം ഡിവിസിബിൾ പ്രോഫിറ്റ് അവൈലബിൾ 2,80,000 ജനറൽ റിസർവ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ ക്രെഡിറ്റ് ബാലൻസ് 2,20,000. അത് മൊത്തം 5 lakhs വരും. ഒരിക്കലും നമ്മൾ ക്യാപിറ്റൽ റിസർവ് ഒരിക്കലും ഡിവിസിബിൾ പ്രോഫിറ്റിന് എടുക്കാൻ പാടില്ല. ഇനി മിനിമം പ്രൊസീഡ്സ് ഓഫ് ഇഷ്യൂ 10 lakh rupees ആണ് നമ്മൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കേണ്ടത്. അതിൽ 5 lakhs rupees നമുക്ക് ഡിവിസിബിൾ പ്രോഫിറ്റ് ആയിട്ടുണ്ട്. അപ്പം കോമൺ ആയിട്ട് പറയുവാണെങ്കിൽ പിന്നെ 5 lakh rupees നമുക്ക് ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്താൽ മതി. അപ്പൊ നമ്മളോട് ക്വസ്റ്റിനകത്ത് എത്ര ഷെയർ നമ്മൾ ഇഷ്യൂ ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല. അപ്പം നമ്പർ ഓഫ് ഷെയർസ് ടു ബി ഇഷ്യൂഡ് 5 lakh. പക്ഷേ നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത് 10 രൂപയ്ക്കാണ്. പ്രീമിയം 5 രൂപയും കൂടെ കൂട്ടിയാണ് നമ്മൾ ഇഷ്യൂ ചെയ്യാൻ പോകുന്നത്. അപ്പം ഫേസിന്റെ യഥാർത്ഥ വാല്യൂ 10 rupees. ഇപ്പം 5 lakhs ഡിവൈഡ് ബൈ 10 മൊത്തം 50,000 ഷെയർ ആണ് നമ്മളിവിടെ ഇക്വിറ്റി ഷെയർ ഇവിടെ ഇഷ്യൂ ചെയ്യാൻ പോകുന്നത്. അടുത്തതായിട്ട് ഇനി ജേർണൽ എൻട്രീസ്. ഒന്നാമത്തെ ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു ഷെയർ ക്യാപിറ്റൽ സെക്യൂരിറ്റീസ് പ്രീമിയം. നമ്മൾ ഇക്വിറ്റി ഷെയർ നമ്മൾ പ്രീമിയത്തിലാണ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പം എത്രയാണ് കംപ്ലീറ്റും? നമ്മൾ അറിയാം 50,000 ഇക്വിറ്റി ഷെയർസ് ഉണ്ട്. അത് നമ്മൾ 10 രൂപയ്ക്കാണ് ഇഷ്യൂ ചെയ്യുന്നത്. പക്ഷേ അതിന്റെ കൂട്ടത്തിൽ തന്നെ 5 രൂപയും കൂടെ കൂട്ടി പ്രീമിയത്തിലാണ്. അപ്പം 50,000 ഇക്വിറ്റി ഷെയർസ്. അപ്പൊ മൊത്തം 50,000 into 15. അപ്പം 7,50,000 വരും മൊത്തം കിട്ടുന്നത്. ടു ഷെയർ ക്യാപിറ്റൽ ആയിട്ട് കിട്ടുന്ന 5 lakhs ടു സെക്യൂരിറ്റീസ് പ്രീമിയം. അതായത് 5 into 5 50,000 into 5 2,50,000 ആണ് സെക്യൂരിറ്റീസ് പ്രീമിയം ആയിട്ട്. ഇഷ്യൂ ഓഫ് ഇക്വിറ്റി ഷെയർ അറ്റ് പ്രീമിയം. ഇനി അടുത്തത് പ്രിഫറൻസ് ഷെയറുമായിട്ട് ബന്ധപ്പെട്ട് റിഡീമബിൾ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റ് ടു റിഡീമബിൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. പ്രിഫറൻസ് ഷെയർ ഡ്യൂ ഫോർ റിഡംഷൻ 10 lakhs. അതായത് 10 lakh rupees ആണ് നമ്മൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാനുള്ളത്. അപ്പൊ അതാണ് റിഡീം ചെയ്യുന്നതിന്റെ എൻട്രി എഴുതിയിട്ടുള്ളത്. ഇനി ഡിവിസിബിൾ പ്രോഫിറ്റിൽ നിന്ന് നമ്മൾ എടുത്തിരിക്കുന്ന എമൗണ്ട് നമ്മൾ എങ്ങനെയൊക്കെയാണ്
നമുക്ക് ക്വസ്റ്റിനകത്ത് പറഞ്ഞിട്ടുണ്ട് സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ 2,20,000, ജനറൽ റിസർവ് അക്കൗണ്ട് ഡെറ്റർ 2,80,000, ടു ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് 5 lakhs. അപ്പൊ ഡിവിസിബിൾ പ്രോഫിറ്റ് നമുക്ക് രണ്ട് അക്കൗണ്ടിലൂടെയാണ് നമ്മളിവിടെ എടുക്കുന്നത്. അപ്പൊ ആ എൻട്രിയാണ് നമ്മളിവിടെ ഡിവിസിബിൾ പ്രോഫിറ്റുമായിട്ട് ബന്ധപ്പെട്ട എൻട്രി പോസ്റ്റ് ചെയ്യുന്നത്. ലാസ്റ്റ് എൻട്രി നമ്മൾ റിഡീമബിൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് നമ്മൾ പേയ്മെന്റ് കൊടുക്കുന്നു. അപ്പം 8% റിഡീമബിൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡർ അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്, റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർ 10 lakhs. അപ്പൊ ഈ 4 എൻട്രീസ് മാത്രമേ ഇവിടെ വരുന്നുള്ളൂ. ക്യാപിറ്റൽ റിഡംഷനിലോട്ട് CRLോട്ട്, അത് ക്യാപിറ്റൽ റിഡംഷൻ റിസർവിലോട്ട് മാറ്റിയ എൻട്രി നമ്മളിവിടെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ നമുക്കിനി അടുത്ത പ്രോബ്ലത്തിലോട്ട് നോക്കാം. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എക്സ് ലിമിറ്റഡ് ഹാസ് റിഡീമബിൾ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ഓഫ് ₹15 lakhs ഇൻ ഷെയർസ് ഓഫ് ₹10 each. അപ്പം എക്സ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനി പ്രിഫറൻസ് ഷെയർസ് കംപ്ലീറ്റ് റിഡീം ചെയ്യുന്നു. 15 lakh പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ആയിട്ട് 15 lakh rupees ആയിട്ടാണ് റിഡീം ചെയ്യാൻ പോകുന്നത്. 10 രൂപയാണ് പ്രിഫറൻസ് ഷെയർസിന് വെച്ചിരിക്കുന്ന ഫേസ് വാല്യൂ. ഇറ്റ് ഈസ് റിസോൾവ് ടു റിഡീം ദ ഷെയർസ് അറ്റ് എ പ്രീമിയം ഓഫ് 10%. അപ്പൊ 10% പ്രീമിയം കൂടി ചേർത്തിട്ടാണ് റിഡീം ചെയ്യാൻ പോകുന്നത്. ദ കമ്പനി ഹാസ് ദ ഫോളോയിങ് റിസർവ് ആൻഡ് പ്രോഫിറ്റ്. ക്യാപിറ്റൽ റിസർവ് 3 lakhs, പ്രോഫിറ്റ് പ്രിയോർ ടു ഇൻകോർപ്പറേഷൻ 1 lakh, capital redemption reserve 2 lakhs, securities premium 1,50,000, general reserve 12 lakhs, statement of profit and loss 2,50,000. What is the amount of fresh shares to be issued at ₹10 per share as per the Companies Act 2013? Also give journal entries. അപ്പം ക്വസ്റ്റ്യനകത്ത് നമുക്ക് കുറെ അക്കൗണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഡിവിസിബിൾ ഇതിൽ നിന്ന് നമുക്ക് തന്നിരിക്കുന്ന ഇതിൽ നിന്ന് ഡിവിസിബിൾ പ്രോഫിറ്റ് ആദ്യം കണ്ടുപിടിക്കണം. ഡിവിസിബിൾ പ്രോഫിറ്റ് കണ്ടുപിടിച്ചതിന് ശേഷം നമുക്കിനി എത്രത്തോളം ഇക്വിറ്റി ഷെയർ നമ്മൾ ഫ്രഷ് ആയിട്ട് ഇവിടെ ഇഷ്യൂ ചെയ്യണതും അതും കണ്ടുപിടിക്കണം. അപ്പൊ നമുക്കിനി സൊല്യൂഷനിലോട്ട് പോവാം. എന്നിട്ട് നമ്മൾ ജേർണൽ എൻട്രിയും പോസ്റ്റ് ചെയ്യണം. നമുക്ക് നോക്കാം. വർക്കിംഗ് നോട്ട് ആയിട്ട് ആദ്യം നോമിനൽ വാല്യൂ ഓഫ് പ്രിഫറൻസ് ഷെയർസ് ടു ബി റിഡീംഡ്. അപ്പോൾ പ്രിഫറൻസ് ഷെയർ നമ്മൾ റിഡീം ചെയ്യുന്നത് എത്ര രൂപ? 15 lakh rupees പ്രിഫറൻസ് ഷെയർ ആണ് നമ്മൾ റിഡീം ചെയ്യാൻ പോകുന്നത്. പ്രീമിയം ഓൺ റിഡംഷൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് 10% പ്രീമിയം. അപ്പൊ 15 lakhs 10% എന്ന് പറഞ്ഞാൽ 1,50,000. അപ്പൊ മൊത്തം 16,50,000 rupees ആണ് നമ്മൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഇവിടെ കൊടുക്കേണ്ടത്. ഇനി കമ്പനിയുടെ കൈവശമുള്ള മാക്സിമം ഡിവിസിബിൾ പ്രോഫിറ്റ് എത്രത്തോളം ഉണ്ട്? മാക്സിമം ഡിവിസിബിൾ പ്രോഫിറ്റ് അവൈലബിൾ ഈക്വൽ ടു 12 lakhs plus 2,50,000 minus 1,50,000. അപ്പൊ എല്ലാം എടുക്കരുത്. നമ്മൾ ആദ്യം 12 lakhs, അതായത് ജനറൽ റിസർവ് പ്ലസ് സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 2,50,000, അതിൽ നിന്ന് 1,50,000 കുറയ്ക്കണം. ഈ 1,50,000 എന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റീസ് പ്രീമിയമാണ്. സെക്യൂരിറ്റീസ് പ്രീമിയം നമ്മൾ എപ്പോഴും കൊടുക്കുന്നത് കംപ്ലീറ്റും എങ്ങനെയായിരിക്കും? കമ്പനിയുടെ കൈവശമുള്ള ഡിവിസിബിൾ പ്രോഫിറ്റിൽ നിന്ന് എടുത്താണ് കൊടുക്കുന്നത്. അപ്പം കമ്പനിയുടെ കൈവശമുള്ള ഇത്രയും പ്രോഫിറ്റിൽ നിന്ന് ഓൾറെഡി സെക്യൂരിറ്റീസ് പ്രീമിയം കൊടുത്തെന്ന് പറയുമ്പോൾ 1,50,000 ഈ പ്രോഫിറ്റിൽ നിന്നാണ് കൊടുക്കുന്നത്. അപ്പം 1,50,000 കുറച്ചതിന് ശേഷം മിച്ചം വരുന്നതാണ് 13 lakhs. അപ്പൊ 13 lakhs കമ്പനിയുടെ കൈവശം ഇപ്പം ഡിവിസിബിൾ പ്രോഫിറ്റ് അവൈലബിൾ ഉണ്ട് പ്രിഫറൻസ് ഷെയർസ് തിരിച്ചു മേടിക്കാൻ. ഇനി മിനിമം പ്രൊസീഡ്സ് ഓഫ് ഫ്രഷ് ഇഷ്യൂ വിത്തൗട്ട് പ്രീമിയം 15 lakhs. പ്രീമിയം ഇല്ലാതെ തന്നെ പ്രിഫറൻസ് ഷെയർസ് നമ്മൾ റിഡീം ചെയ്യാനായിട്ട് മൊത്തം 15 lakhs ആണുള്ളത്. അതിൽ 13 lakhs നമുക്ക് ഡിവിസിബിൾ പ്രോഫിറ്റ് ഉണ്ട്. അപ്പം മിച്ചം വരുന്നത് എന്താ പറയുക? 2 lakhs പറഞ്ഞ് നമുക്ക് ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്താൽ മതി. അപ്പം നമ്പർ ഓഫ് ഷെയർസ് ടു ബി ഇഷ്യൂഡ് 2 lakh rupees നമ്മൾ ഷെയർസ് മാത്രം ഇഷ്യൂ ചെയ്താൽ മതി. അപ്പൊ 2 lakhs ഡിവൈഡ് ബൈ 10 നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഫേസ് വാല്യൂ 10 രൂപയ്ക്കാണ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പം 2 lakhs ഡിവൈഡ് ബൈ 10 20,000 ഇക്വിറ്റി ഷെയർസ് ആണ് നമ്മൾ ഇവിടെ കമ്പനി ഇഷ്യൂ ചെയ്യാൻ ഇനി ഇവിടെ തീരുമാനിക്കുന്നത്. ഇനി ജേർണൽ എൻട്രീസ് നോക്കാം. ഒന്നാമത്തെ റിഡീമബിൾ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റ് 15 lakhs, പ്രീമിയം ഓൺ റിഡംഷൻ അക്കൗണ്ട് ഡെറ്റ് 1,50,000, ടു റിഡീമബിൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് 16,50,000. അപ്പം 16,50,000 rupees ആണ് നമ്മൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കേണ്ടത്. അതിൽ 15 lakhs ഈ പറഞ്ഞിരിക്കുന്ന ക്യാപിറ്റലാണ്, 1,50,000 പ്രീമിയത്തിലാണ് നമ്മൾ മേടിക്കുന്നത്. ഇനി അടുത്ത ഇക്വിറ്റി ഷെയർ ഇഷ്യൂ എന്നാണ് ബന്ധപ്പെട്ട് എൻട്രി. ബാങ്ക് അക്കൗണ്ട് ഡെറ്റ് ടു ഷെയർ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഇഷ്യൂ ഓഫ് ഇക്വിറ്റി ഷെയർസ് 2 lakhs, 2 lakh rupees ഷെയർ ക്യാപിറ്റലാണ് നമ്മളിവിടെ ഇഷ്യൂ ചെയ്യുന്നത്. അടുത്തത് സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റ് ടു പ്രീമിയം ഓൺ റിഡംഷൻ, പ്രീമിയം അഡ്ജസ്റ്റഡ് ഫ്രം P&L 1,50,000. അതായത് 1,50,000 rupees പ്രീമിയമാണ് നമ്മളിവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസിൽ നിന്ന് അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഡിവിസിബിൾ പ്രോഫിറ്റിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് പ്രീമിയം ഓൺ റിഡംഷൻ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നു. അപ്പൊ പ്രീമിയത്തിന്റെ എൻട്രിയാണ് ഇവിടെ പോസ്റ്റ് ചെയ്തത്. അടുത്ത് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെറ്റ് ടു ബാങ്ക്, റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർ 16,50,000. ഫുള്ളി പേ ചെയ്ത് കഴിഞ്ഞു. പ്രിഫറൻസ് ഷെയർസിന് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പേ ചെയ്തതിന് ഒരു ഡിലേയും വരത്തില്ല. അപ്പം പേ ചെയ്യുന്നതിന്റെ എൻട്രി. ഇനി ലാസ്റ്റ് ഡിവിസിബിൾ പ്രോഫിറ്റിൽ നിന്ന് എത്രയാണോ നമ്മൾ മാറ്റിയത്, ഡിവിസിബിൾ പ്രോഫിറ്റിൽ നമ്മൾ എത്ര എടുത്തിട്ടാണോ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുത്തത് അത്രയും എമൗണ്ട് തന്നെ നമ്മൾ ക്യാപിറ്റൽ റിഡംഷൻ റിസർവിലോട്ട് മാറ്റണം. എൻട്രി സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റ് 1 lakh, ജനറൽ റിസർവ് അക്കൗണ്ട് ഡെറ്റ്
12 lakhs to capital redemption reserve 13 lakhs. അപ്പോൾ ഇത്രയാണ് 13 lakhs ആണ് നമ്മൾ ക്യാപിറ്റൽ റിഡംഷൻ റിസർവിലോട്ട് മാറ്റുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻട്രി പോസ്റ്റ് ചെയ്യുന്നത്. സോ താങ്ക് യു സോ മച്ച് ആൻഡ് വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്.